ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് ആണ്. അപ്പോൾ ഉണ്ണി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. പുറത്ത് പോയിട്ട് പോകുന്ന വഴിയിൽ ഞാൻ ഈ ഒരു റോഡ് കണ്ടു. ഈ റോഡ് അടിപൊളിയായിരുന്നു. ഇന്നലെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ന്യൂസിലും കണ്ടു ഈ റോഡ് വന്നിട്ട് ഇനി വാട്ടർ അതോറിറ്റിക്ക് പൊളിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല, ഇനി കണ്ടറിയാം. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഷോറൂമിലോട്ടായിരുന്നു പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഷോറൂമിലെത്തി നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി, ഗ്ലാസ് മാറ്റണം. ലൈറ്റ് പൊട്ടിപ്പോയി, ഗ്ലാസ് അല്ല ലൈറ്റ് പൊട്ടിപ്പോയി, ബാക്കിലെ ലൈറ്റ് മാറ്റണം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ കയറ്റിയതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുവാണ്. അവിടെ ഇങ്ങനെ കുറേ നേരം ഒരു 5-10 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കും നമ്മളെ വണ്ടി അതുകൊണ്ട് പണിയാൻ കയറ്റി. അങ്ങനെ പണിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക ചേട്ടൻ. അങ്ങനെ പണിഞ്ഞ് സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് ബില്ലൊക്കെ കിട്ടി. ബില്ല് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ വണ്ടി എടുത്ത് നേരെ പോയി. അങ്ങനെ നേരെ പോകുന്ന വഴിയിൽ നമ്മൾ ഒന്ന് ലുലുവിൽ പോയിട്ട് പോവാമെന്ന്. ലുലുവിൽ പോയത് നന്നായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഫാഷൻ ഷോ കാണുക എന്നുള്ളത്, റാംബാക്കൊക്കെ കാണുക എന്നുള്ളത്. അപ്പം ഞാൻ അത് കണ്ട്. അപ്പോൾ ഇതെന്തോ മിസ് വേൾഡോ അങ്ങനെ എന്തോ സംഭവമാണ്. അവരുടെ വാക്കും അവരുടെ ബോഡി അവരെ കണ്ട് ദൈവമേ, ഞാൻ തന്നെ വായി നോക്കിപ്പോയി. എന്തൊരു സൗന്ദര്യമായിരുന്നു, എന്തോ നല്ല അടിപൊളിയായിരുന്നു. അതിനനുസരിച്ച് അതിനൊത്തൊരു പൊക്കവും അടിപൊളി. ആ പൊക്കമൊന്നും ഞാൻ ഇവിടെ ആർക്കും കണ്ടിട്ടില്ല. അടിപൊളി പൊക്കം, സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് മിസ്റ്റർ വേൾഡ് എന്തോ ആയിരുന്നു. അപ്പോൾ അയാളുടെയും റാംബാക്കൊക്കെ ഉണ്ടായിരുന്നു. അയാളും അതുപോലെ തന്നെ അടിപൊളിയാണ്, നല്ല രസമാണ് കാണാനൊക്കെ, സൂപ്പറാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുട്ടിയെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന അസ്ലൻ, അങ്ങനെ എന്തോ ഇവൻ്റെ പേര്. ഇവൻ്റെ ഒരു വാക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ അടിപൊളിയാണ്. ഇവൻ്റെ കൂടെ വേറെ കുറേ കുട്ടികളും ഉണ്ടായിരുന്നു. അവരൊക്കെ അടിപൊളിയായിരുന്നു. ഇവൻ ഷോ സ്റ്റോപ്പറായിട്ട് വന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി സാധനവും മേടിച്ച് നേരെ ഇനി വീട്ടിൽ പോകണം.